കാലടിയിലെ ഗതാഗതക്കുരുക്കിന് താത്കാലിക ആശ്വാസം. വ്യാഴാഴ്ച രാത്രി പാലത്തിന്റെ ഇരുവശങ്ങളിലെയും കുഴികൾ JCB ഉപയോഗിച്ച് ലെവൽ ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കാലടിയിലെ ഗതാഗതക്കുരുക്കിന് കുറച്ചു കുറവുണ്ടായത്. മഴ മാറിയാൽ പാലത്തിലെ കുഴികൾ ടാർ ചെയ്യും. അധികൃതർ അനുവദിക്കുകയാണെങ്കിൽ പാലത്തിൽ ഉണ്ടാകുന്ന കുഴികൾ അടയ്ക്കാൻ തയ്യാറാണെന്ന് റെസിഡൻസ് അസോസിയേഷൻ പറഞ്ഞു. കാലടിയിൽ താമസിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ഗതാഗതക്കുരുക്ക് ഞങ്ങൾക്ക് അങ്കമാലിക്കോ പെരുമ്പാവൂർക്കോ ഒന്ന് യാത്ര ചെയ്യാൻ വരെ സാധ്യമാവാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ കാലടിയിലെ ബ്ലോക്ക്. നമുക്കറിയാം, ഗതാഗതക്കുരുക്ക് കൊണ്ട് MC റോഡിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലടി, ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ ഈ ഭൂമി ഇന്ന് പലരും ശപിച്ചുകൊണ്ടാണ്, ഈ കാലടിയെ ശപിച്ചുകൊണ്ടാണ് ഇതിൽ കൂടി യാത്ര ചെയ്യുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ കാലടി ടൗൺ റെസിഡൻസ് അസോസിയേഷൻ പണം മുടക്കി കാലടി മുതൽ മറ്റൂര് വരെ ഡിവൈഡർ സ്ഥാപിച്ചപ്പോൾ ഈ കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടു എന്നുള്ളത് അധികം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും കാലടിയുടെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അധികാരികൾ അതിനുള്ള അനുവാദം തന്നാൽ തീർച്ചയായും പാലത്തിന്റെ ഇരു സൈഡിലുമുള്ള ഗർത്തം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇരുമ്പിന്റെ പാടികൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു വർക്ക് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഈ അപേക്ഷ വെച്ചുകൊണ്ട് ഞങ്ങൾ അധികാരികൾക്ക് അപേക്ഷ കൊടുക്കുന്നുണ്ട്. അത് പരിഹരിക്കുകയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ നടപടി ഉണ്ടായാൽ, അല്ലാത്ത പക്ഷം ഞങ്ങൾ തന്നെ ചെയ്യാൻ തയ്യാറാണ് എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ്.